എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 23-ാം തീയതി നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയ്ക്ക് ആവശ്യമായ സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു പോകാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, അബ്കാരി നിയമപ്രകാരം 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ അബ്കാരി നിയമപ്രകാരം ഉത്തരം ഓപ്ഷൻ സി ആണ്. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ഇത് നമ്മുടെ കേരളത്തിലെ നിയമപ്രകാരമാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ മദ്യം ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 21 നിന്ന് 18 കുറച്ചിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, NA-യുടെ നാമം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നുള്ളതാണ് ഈ NA-യുടെ പൂർണ്ണ നാമം. അടുത്ത ചോദ്യം, NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇത് നമ്മുടെ കഞ്ചാവ് കൈവശം വയ്ക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. അടുത്ത ചോദ്യം, ഗേജിംഗ് എന്നത്. ഇത് ഗേജിംഗ് എന്നതിൻ്റെ ഒരു നിർവചനമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗേജിംഗ് എന്ന് പറഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡിസ്റ്റിലറികളിൽ നിർമ്മിക്കുന്ന സ്പിരിറ്റിൻ്റെ വീര്യം കണ്ടെത്തുന്നതിൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗേജിംഗ്. അടുത്ത ചോദ്യം, NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുമ്പിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. ഇത് NDPS നിയമപ്രകാരം മയക്കുമരുന്ന് വയ്ക്കുന്നതിനുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 72 മണിക്കൂറാണ്. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ഇതും നേരത്തെ പോലെ തന്നെ കഞ്ചാവിനെ പോലെ തന്നെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. അടുത്ത ചോദ്യം, ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഇതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 4 മാത്രം. അതാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസങ്ങളാണ്. അടുത്ത ചോദ്യം, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ഉത്തരം ഓപ്ഷൻ സി, ബ്ലെൻഡിംഗ്. അടുത്ത ചോദ്യം, 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആയ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? FL6ൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, 50,000 രൂപയാണ്. അത് FL6 ലൈസൻസിൻ്റെ ഫീസ്. അടുത്ത ചോദ്യം, കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 42 UP. അടുത്ത ചോദ്യം, കേരളത്തിലെ മറ്റ് വിദേശ ലൈസൻസികൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന അഥവാ ഹോൾസെയിൽ നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, FL9 ലൈസൻസ്. അതാണ് കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസികൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനുള്ള ലൈസൻസ് FL9 ലൈസൻസ്. അടുത്ത ചോദ്യം, കോട്ട്പ ആക്ടിലെ
ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി, വകുപ്പ് 4. കോപ്റ്റ ആക്ടിലെ വകുപ്പ് 4 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ, 100 യാർഡ്. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡ് പരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 18 വയസ്സ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർക്കാരുകൾ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. അടുത്ത ചോദ്യം, വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 14405 എന്ന ടോൾ ഫ്രീ നമ്പറാണ് വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള നമ്പർ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിമുക്തി മിഷൻ അല്ലെങ്കിൽ വിമുക്തി പദ്ധതിയുടെ എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കാനായി ശ്രമിക്കുക. വിമുക്തി രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി, 2016 വിമുക്തി മിഷൻ രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഇത് നമ്മുടെ വിവരസാങ്കേതിക നിയമത്തിലെ ഒരു ചോദ്യമാണ്. അത് പ്രകാരം വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം പകർത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ആൻസർ. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ എന്ന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത ചോദ്യം അതും വിവരസാങ്കേതിക നിയമത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? അപ്പോൾ ഇതും വിവരസാങ്കേതികതയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിലെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഒരാളുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ രേഖ സത്യസന്ധതയില്ലാതെ ഉപയോഗിക്കുന്നതിന് കിട്ടാവുന്ന ശിക്ഷ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ചോദ്യമാണ്. എല്ലാവരും ഇത് കൃത്യമായി പഠിക്കുക. ഇത് കേട്ട് ഇതിനനുബന്ധമായ രീതിയിൽ പഠിക്കാനായി ശ്രമിക്കുക. ഇതിൽ നിന്ന് നമുക്കൊരു ധാരണ കിട്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. പിന്നെ നമുക്കറിയാം ഇതെല്ലാം വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരാനും അതനുസരിച്ച് വരാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും കൃത്യമായി പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്താനായി ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.